മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാംപ്ടൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി SVG ഫയലായി സേവ് ചെയ്യുക. Prepare an image in Inkscape software as in the model. Group the entire image. Save the image as SVG file to Example folder in Home with your register number _ question number as the file name. Inkscape software തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി ഇതിനുള്ളിൽ ഒരു വൃത്തം വരയ്ക്കാൻ പോവുകയാണ്. അതിന് നമുക്ക് എഡിറ്റ് മെനുവിലെ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനനുയോജ്യമായ ഒരു നിറം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കളർ പാലറ്റിൽ നിന്നും അനുയോജ്യമായ ഒരു നിറം തിരഞ്ഞെടുത്തു. ഇനി കൺട്രോൾ കീയിലും ഷിഫ്റ്റ് കീയിലും ഒരുമിച്ചമർത്തിക്കൊണ്ട് അതിനെ ചെറുതാക്കുന്നു. ഇനി റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. വരച്ച ചതുരത്തിന് ഒരു ബ്രൗൺ നിറം കൊടുക്കണം. കളർ പാലറ്റിൽ നിന്നും അതിനൊരു ബ്രൗൺ നിറം കൊടുത്തു. കൃത്യമായ ഒരു നിറം കൊടുക്കുന്നു. വലിപ്പം ക്രമീകരിക്കുന്നു. ഒരു ചതുരം കൂടി ഇനി ഇവിടെ വരയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിന് മുകളിൽ ഇവിടെയായി ഒരു ചതുരം കൂടി വരയ്ക്കുന്നു. ഇനി വീണ്ടും ഒരു ചതുരം വരയ്ക്കണം. റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും ഒരു ചതുരം വരയ്ക്കുന്നു. വലിപ്പം ക്രമീകരിക്കണമെങ്കിൽ വലിപ്പം ക്രമീകരിക്കുക. അനുയോജ്യമായ നിറം കൊടുക്കുക. വെള്ള നിറത്തിലുള്ള ഒരു ചെറിയ ചതുരം കൂടി ഇനി വരയ്ക്കണം. അതുകൊണ്ട് ഇവിടെ ഒരു ചതുരം കൂടി വരയ്ക്കുന്നു. അതിന് വെള്ള നിറം കൊടുക്കുന്നു. ഇത് ഗ്രൂപ്പ് ചെയ്യണം. അതിനുവേണ്ടി സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് എല്ലാ രൂപങ്ങളും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനെ SVG ഫയലായി സേവ് ചെയ്യാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന് പേര് നൽകുന്നു. Example ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഫയൽ ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം ഫയൽ ഇവിടെ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.